ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനല്ലേ നിന്നെ പിടിച്ചു മാറ്റിയത്. അതിന്റെ കാര്യ ജോത്സ്യം പറയുന്നത്. ഓ ഓ ചെടിച്ചെടി താഴോട്ട് പോകുന്നതിന്റെ പിന്നില് പ്രേതാത്മാവൊന്നുമല്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിനക്കെന്നല്ല ഒരച്ഛനും ഉറക്കം വരില്ല. ചേച്ചി അതല്ല. നീ ഒന്നും പറയണ്ട, ഞാനില്ലേ ഇവിടെ. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം നാളെ തന്നെ ഞാൻ പരിഹാരം കാണുന്നുണ്ട്. പുറത്തു നല്ല മഞ്ഞുണ്ട്. ചേച്ചി പോയി കിടന്നോ. വഴിയൊന്നും തെറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല, വീട്ടുടമ ഈശ്വരകൃപ കിട്ടിയ ആളല്ലേ. നാടൊട്ടുക്ക് പേരും പെരുമയും ഉള്ള ആള്. അങ്ങനെയുള്ള ആളിന്റെ വീട് തെറ്റിയാലും കണ്ടെത്താൻ എളുപ്പമാണ്. ആനമുറ്റത്തെ കുടുംബജോത്സ്യനാ. അച്ഛന്റെ കാലശേഷം ഇദ്ദേഹമാണ് കാര്യങ്ങൾ നോക്കുന്നത്. എനിക്കറിയാം ചേച്ചി, ഇവിടുത്തെ ചില പ്രശ്നവിധികൾക്കായിട്ട് ഇദ്ദേഹം മുൻപേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓ, ഗ്രഹനാഥന്റെ മനസ്സ് അസ്വസ്ഥമാണ്. എന്താ സാറേ, എനിക്ക് തെറ്റിയില്ലല്ലോ അല്ലേ? ജോത്സ്യർക്ക് ലക്ഷണശാസ്ത്രം അറിയാല്ലേ? കണ്ടതായ ലക്ഷണത്തിന്റെ സൂചന. ഇനി വേണമെങ്കിൽ കാരണം കവടി നിരത്തിയും പറയാം. അല്ല, ഇയാള് ഇപ്പൊ എന്തിനാ വന്നു, അകത്തേക്ക് വന്നു. ആ, വാ, വാ. അല്ല വിദ്യേ, പോയി എല്ലാരെയും വിളിക്ക്. ഞാൻ കയറി വന്നപ്പോ തന്നെ കുറുപ്പ് സാറിന്റെ മുഖം ശ്രദ്ധിച്ചതാ. ഈ വീട്ടിൽ മൊത്തത്തിലുള്ള കുഴപ്പങ്ങളുടെ പ്രതിഫലനമാണ് കുറുപ്പ് സാറിന്റെ മുഖത്ത് പ്രതിഫലിച്ചത്. അതിന് പരിഹാരം കണ്ടാൽ എല്ലാറ്റിനും പരിഹാരമായി. അല്ല, മൊത്തത്തിലുള്ള കുഴപ്പങ്ങളെന്ന് പറഞ്ഞ ഈ വീട്ടിൽ ഒരു പ്രേതാത്മാവിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്.
വീശിയടിക്കാൻ മടിക്കുന്ന കാറ്റും വെളിച്ചത്തിനിടയിലെ ഇരുൾ വീഴ്ചയും അത് കാണിച്ചു കൊടുക്കുന്നു. എന്തൊക്കെയാ ജ്യോത്സ്യ വിളിച്ചു പറയുന്നത്? സത്യം. ചില നിഴലാട്ടങ്ങൾ കൊണ്ടും ചലനങ്ങൾ കൊണ്ടും ആ പ്രേതാത്മാവിന്റെ സാന്നിധ്യം കുറുപ്പ് സാർ അറിയുന്നുമുണ്ട്. പലപ്പോഴും. ശരിയല്ലേ കുറുപ്പ് സാറ്? ജ്യോത്സ്യം പറഞ്ഞത് ശരിയാ. ജീവൻ എടുക്കാനുള്ള ശ്രമങ്ങളും ആത്മാവിൽ നിന്നുണ്ടാവുന്നുമുണ്ട്. ഉണ്ടായി കഴിഞ്ഞു. അതും ശരിയല്ലേ? നിന്നെ കൊല്ലാൻ വേണ്ടി ഒരു ചെടിച്ചിട്ട് മോളിൽ നിന്ന് താഴേക്ക് വന്നില്ലേ? ഞാനല്ലേ നിന്നെ പിടിച്ചു മാറ്റിയത്. അതിന്റെ കാര്യ ജോത്സ്യം പറയുന്നത്. ചെടിച്ചെടി താഴോട്ട് പോകുന്നതിന്റെ പിന്നില് പ്രേതാത്മാവൊന്നുമല്ല. ഈ വീട്ടിലെ ജീവാത്മാക്കൾ തന്നെ. ഇവിടെ പ്രേതൊന്നുമില്ല. കുട്ടി, ആരൂഢത്തിൽ കാണുന്ന ചില സൂചനകൾ വെച്ചാണ് ഞാൻ ഫലം പ്രവചിക്കുന്നത്. ചെടിച്ചട്ടിക്ക് പിന്നിൽ ആരോ ആവട്ടെ. കുറുപ്പ് സാറിനെ കൊല്ലാൻ ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ലേ? അത് വിശ്വസിച്ചാ മതി. പിന്നെ ഒരു കുട്ടിയുടെ സാന്നിധ്യവും കാണുന്നുണ്ട്. ആ കുട്ടിയും കരിഞ്ചാതകക്കാരിയാണ്. ആ കുട്ടി ഇവിടെ താമസിച്ചാൽ കുറുപ്പ് സാറിന് അപമൃത്യു വരെ സംഭവിക്കാം. മാനത്തെ കൊട്ടാ